വൈകുന്നേരത്തെ ചായക്ക് നല്ല ആവിയിൽ വേവിച്ച ഇലയുടെയും അതേപോലെ കുറച്ച് കടുപ്പത്തിലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയാലോ എങ്ങനെയാണ് പൊളിക്കൂലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതേപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും അതേപോലെ ചെറിയ ജീരകം കൂടി പൊടിച്ചെടുക്കാം കേട്ടോ. ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം, ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ലേ. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൂടി ഇതേപോലെ ഒന്ന് വിളയിച്ചെടുത്തിട്ട് അതിലോട്ട് ആ പൊടിയും കൂടി ചേർത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് ഇതേപോലെ ഒരു വാഴയിലിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫില്ലിങ്ങും വെക്കാം, എന്നിട്ട് മടക്കിയിട്ട് ആവിയിൽ വേവിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും ഇതത്ര ഫേമസ് അല്ല കേട്ടോ, എന്നാലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കിൽ പെട്ടതാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കാറുണ്ട്. UK-യിലാകുമ്പം കൂടുതലും വാഴയില ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇലയില്ലാത്ത ഇലയുടെയാണ് അവിടെ നിന്ന് ഉണ്ടാക്കാറ്. ഇപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് കഴിച്ച് നോക്കാം.